പറ്റുന്നവരോടൊപ്പം ഒപ്പം ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ഈ പോകുന്ന വഴിക്കൊക്കെ കാണുവാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ once again thank you so much. Yes, Azari, I've got one more question to you. നമ്മൾ കേട്ടിരുന്നു ജിത്തു ജോസഫ് സാറ് പറയുന്നത് ഒരു ബോളിവുഡിലേക്ക് ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ഒരു വിമൻ പെർസ്പെക്റ്റീവ് പറയുന്ന ഒരു സിനിമയായതുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ, ഒരു മെയിൽ ഹീറോ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനിൽ അത് ഡ്രോപ്പ് ചെയ്തു. ആൻഡ് ഹി വാസ് വെരി ഷുവർ ദാറ്റ് യു വുഡ് ആക്സെപ്റ്റ് ദിസ് ഫിലിം. ദാറ്റ് ഷോസ് ഹൗ പ്രോമിസിംഗ് ഓഫ് ആൻ ആക്ടർ യു ആർ. സോ ഈ ഒരു ക്യാരക്ടർ കേട്ടപ്പോൾ ഓടിച്ചാടി തീരുമാനിച്ചു, യെസ് ഐ വിൽ ഡു ദിസ്. അത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടറിന്റെ പ്രത്യേകതയില്ല. അത്തരത്തിലൊരു സിനിമ സംഭവിച്ചാൽ കാണാൻ വരാൻ റെഡിയായിട്ടുള്ള പ്രേക്ഷകരുടെ പ്രത്യേകതയാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഏറ്റവും നല്ല സിനിമകൾ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഈ സീസണിൽ റിലീസായ ലോക ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു മുന്നേ എത്രയോ സിനിമകൾ, ഇപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കിഷ്കിന്റെ കാരണമാണ്. പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ സിനിമയെ കുറിച്ച് ഇന്ത്യയിലെ പല പലരും പറയുന്നുണ്ട്. അപ്പൊ അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള സിനിമ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അത് ഒരിക്കലും ഇവിടുത്തെ നടന്മാരുടെയോ ടെക്നീഷ്യൻസിന്റെയോ ക്രെഡിറ്റ് അല്ല. നല്ലത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ വിജയിക്കുന്നത്. അപ്പൊ അത് ഇനിയും സംഭവിക്കട്ടെ, അത് തന്നെ നിരാശനും സംഭവിക്കട്ടെ. രോമാഞ്ചം. ഐ തിങ്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാനായിട്ട് പോകുന്ന ഒരു ഡയലോഗ് ഇത് തന്നെയായിരിക്കും. ദാറ്റ് വാസ് സൂപ്പർ എപ്പിക്. സ്റ്റിൽ ആ രോമാഞ്ചം ആസ്വദിക്കുന്ന ഒരു അടിപൊളി സൗണ്ട് കഴിഞ്ഞ് തൊട്ടടുത്തൊന്ന് കേൾക്കും. ഐ ആം ജസ്റ്റ് ഫാൻ ഗേൾ. താങ്ക് യു സോ മച്ച്. വാസനിക നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്നുണ്ട്, നമുക്കത് കാണാനായിട്ട് പോകണമെന്ന്. അപ്പൊ നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് ഇവിടെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് നമ്മളൊരു ചെറിയ സമ്മാനം കൂടി കൊടുക്കുന്നുണ്ട്. മാച്ചിന്റെ ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാനായിട്ട് പോവാണ്. അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് ഒരാൾക്ക് തന്നെ 4 ടിക്കറ്റാണ് കിട്ടാനായിട്ട് പോകുന്നത്. സോ റെഡിയാണോ നിങ്ങൾ? ടിക്കറ്റ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് റെഡിയാണോ? എപ്പോഴും റെഡിയാണ്. ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ മതി അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളെല്ലാവരും